ഏതാ പാണ്ടി പാർസല്? അൽഫാമാണോ കാട പൊരിച്ചതാണോ? ഓക്കെ, ഇതാണ് കേട്ടോ 50 രൂപേൻ്റെ അൽഫാം എന്ന് പറയുന്നത്. നമസ്കാരം, അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നുള്ളത് കോഴിക്കോട് സിറ്റിൻ്റെ നടുക്കാണ്. ബൈജേട്ടൻ്റെ തട്ടുകടാണ് എൻ്റെ പിന്നിലുള്ളത്. സംഭവം എന്താണെന്ന് വെച്ചാൽ 50 രൂപയ്ക്ക് അൽഫാം. രൂപയ്ക്ക് നമ്മൾ ചിക്കൻ കൊടുക്കുന്ന സമയത്ത് പലരും പറയും മോശപ്പെട്ട ചിക്കനാണോ, അല്ലെങ്കിൽ അത്രയും ഫ്രഷ് അല്ലാത്ത ചിക്കനാണോ, ഇങ്ങനത്തെ ഒരു സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്കിന്ന് നേരിട്ട് ഉള്ളീൻ്റെ അടുത്ത് ചോദിച്ചിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടുത്തെ തിരക്കിൻ്റെ പിന്നിലുള്ള രഹസ്യം കൂടെ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ ബൈജേട്ടാ നമസ്കാരം. അങ്ങനെ കൂടിയപ്പോഴേ അൽഹംദുലില്ലാ അങ്ങനെ എല്ലാവർക്കും പോലും ഉഷാറായിട്ട് പോവല്ലേ? ഇതിപ്പോ കച്ചവടം ചെയ്തിട്ട് പേരമോണിന് വില പറഞ്ഞിട്ട് കച്ചവടം ചെയ്തൊന്നല്ല, എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടിട്ട് നമ്മളെന്ത് ചെയ്താണ്. അതെ, നോമ്പ് പ്രമാണിച്ച് ഒരു സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോ അടച്ചിട്ട് ഒരു കട ഓപ്പൺ ചെയ്തിട്ട് ഇവരെ ഒരു ഫ്രണ്ട്സിന്റെ ഒക്കെ ഒരു കൂട്ടായ്മ രീതിയിൽ ശരി. കാട പൊരിച്ചുണ്ട് ഒരു സൈഡില്, പിന്നെ ഫ്രഷ് ഞണ്ട് കിട്ടാനുണ്ട്. അല്ലേ? ഓ, കോരപ്പുഴ പോയിട്ടില്ലേ? അപ്പൊ ഇനി നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. ഫ്രഷ് ഞണ്ടാണ്. ഇതെങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് കൊടുക്കോ? ഇതാണ് കാട. ഓക്കെ, ഇത് സ്പ്രിംഗ് ചിക്കനും. സ്പ്രിംഗ് ചിക്കൻ എത്ര റേറ്റ് വരുന്നത്? 200 രൂപ. കാടയോ? 110 അല്ലേ? ആ, ഇതല്ലേ ഒരു ഫുള്ള്? ആ, അത് ശരി, റേറ്റ് കുറവാണല്ലേ? 200 രൂപ അല്ലേ? ഓക്കെ, പൊരിച്ചിട്ട് ഇങ്ങനെ ഒരു ഫുള്ള് ബ്രോയിലർ 200 രൂപയാണ്. നമ്മൾ കൂടുതൽ ലാഭം നോക്കുന്ന സമയത്താണല്ലേ കൂടുതൽ സമയം, ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നത്. അല്ലാണ്ട് റേറ്റ് ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അപ്പം റേറ്റ് കുറച്ചിട്ട് ആളുകളെ വരുത്തുക. അപ്പം കൂടുതൽ ആളുകൾ വരുമ്പോൾ നമുക്ക് ലാഭം, പ്രോഫിറ്റ് താനേ ഉണ്ടാവും. അതാണ് ഇവരുടെ തിയറി. അപ്പോൾ സ്നാക്സ് ഐറ്റംസുകളും ഉണ്ട്, മസാല മുട്ട, പിന്നെ ഈ സൈഡിൽ ഉപ്പിലിട്ട ഐറ്റംസുകൾ, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ട്. നോമ്പ് കഴിഞ്ഞാലും വൈകിട്ട് ഇവിടെ കട ഉണ്ടാവും അല്ലേ? നോമ്പ് കഴിഞ്ഞാലും ഉണ്ടാവും. നോമ്പിന് വേണ്ടിയിട്ട് തുറന്ന കടയായിരുന്നു. നമുക്ക് ബാക്കി ഇനി കഴിച്ചിട്ട് പറയാം. അപ്പോൾ ഇത് ജീവനുള്ള ഞണ്ടാട്ടോ, ജീവനുള്ള ഞണ്ടാണ്. അപ്പോൾ കോരപ്പുഴയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന സാധനമാണ്. എന്താ പറയുക, ഉണ്ടോ കളിക്കുന്നു? ഏതാ പാണ്ടി പാർസല്? അൽഫാമാണോ കാട പൊരിച്ചതാണോ? കരിമീനുണ്ട്. എന്താ വേണ്ടി? രണ്ട് അൽഫാമും പൊരിച്ചു. ഇവിടെ കഴിക്കാനല്ലേ? ഇത് കാട പൊരിച്ചത്, പിന്നെ 2 അൽഫാം. അൽഫാമിലേക്ക് പത്തിരിയും പറഞ്ഞിട്ടുണ്ട്, നൈസ് പത്തിരി. ഓക്കെ, നൈസ് പത്തിരി. ഓക്കെ, ഇതാണ് കേട്ടോ 50 രൂപേൻ്റെ അൽഫാം എന്ന് പറയുന്നത്. അപ്പോൾ സംഭവം പറഞ്ഞല്ലോ, നമ്മൾ ഈ മോശപ്പെട്ട ചിക്കനോ അങ്ങനത്തെ ഒന്നുമല്ല, മോശപ്പെട്ട രീതിയിലും അല്ല. അപ്പോൾ അവരെ നല്ല ഹൈജീനിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഒരുപാട് പൈസ എടുക്കുന്ന സമയത്ത് അത് ഒരുപാട് ആളുകൾ വേണ്ടി വരും അവിടെ. ഇതിപ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് കുറഞ്ഞ ചിലവിൽ കൊടുത്തിട്ട് കൂടുതൽ ആളുകൾ വരിക, എന്നിട്ട് അതിൻ്റെ പ്രോഫിറ്റ് എടുക്കുക. അതാണ് പ്യുവർ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ആദ്യം കാട പൊരിച്ചതും ഇത് നോക്കാം. അതിന് ശേഷം നമുക്ക് അൽഫാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചൂടിൽ ഫ്രഷിൽ സാധനം കിട്ടും. ഒന്ന് അൽഫാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതാണ് അൽഫാം. ഇത് നമ്മളെ റെഗുലർ അൽഫാമില്ലേ, അത് തന്നെ. അത് നന്നായിട്ട് ഗ്രില്ല് ചെയ്തിട്ട് കൊണ്ടുവന്നാൽ മീറ്റെല്ലാം, ചിക്കനെല്ലാം നല്ല ഫ്രഷാട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ ഉഷാറായിട്ടുണ്ട് ചേട്ടാ. എന്തായാലും അടിപൊളിയാവട്ടെ. അപ്പോൾ ഇവർ നോമ്പ് പ്രമാണിച്ച് സ്റ്റാർട്ട് കടയാണ്. അപ്പോൾ കറക്റ്റ് ഒരു ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തന്നാൽ? ലൊക്കേഷൻ നമ്മളെ ഈ കോടതിൻ്റെ അടുത്ത് എത്തുന്ന ഈ 4 കൂടി ജംഗ്ഷനാണ്. കോട്ട് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ ബീച്ചിലേക്ക്, അത് CH പിടിച്ചിട്ടുണ്ട്. ഇത് വെല്ലിയങ്ങാടിയിലേക്ക്. ഇതാണ് ഭദ്രകാളി ക്ഷേത്രമാണ് അവിടെ കാണുന്നത്. ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തുന്നതിൻ്റെ തൊട്ടുമുണ്ട് വെല്ലിയങ്ങാടിയിലേക്ക് പോകണം. ഈ ജംഗ്ഷനിൽ നിന്ന് വെല്ലിയങ്ങാടിയിലേക്ക് കയറുന്നുണ്ട്. അതായത് കോട്ടോട് ചെറുട്ടോട് പമ്പിൻ്റെ അവിടെ നിന്ന് ഇടത്തോട്ട് ഒരു ഭാരത് പെട്രോൾ. ഭാരത് പെട്രോൾ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. ഒന്ന് കഴിച്ചു നോക്കുക, നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.